അയ്യോ മോഡിജി, ഇതെന്ത് പറ്റിയ താങ്കൾക്ക്? താങ്കളായിരുന്നല്ലോ 2014 സോഷ്യൽ മീഡിയയിലെ ചക്രവർത്തി. ആ സോഷ്യൽ മീഡിയയുടെ പ്രചരണത്തിലൂടെയാണല്ലോ താങ്കൾ പ്രധാനമന്ത്രി പദത്തിൽ എത്തിയതും. അന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങേ പിന്തുണയ്ക്കുന്നവരുടെ അല്ലെങ്കിൽ അങ്ങേക്ക് വേണ്ടി സെർച്ച് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അന്ന് 100-ൽ 37 പേർ താങ്കളെ പിന്തുണച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ താങ്കളെ തിരഞ്ഞു വന്നിരുന്നുവെങ്കിൽ അന്ന് രാഹുൽ ഗാന്ധിയെ, പിന്നീട് കോൺഗ്രസ് അധ്യക്ഷ പദത്തിലേക്ക് എത്തിയ രാഹുൽ ഗാന്ധിയെ തിരഞ്ഞു വന്നത് 4 പേർ മാത്രമാണ്, അല്ലെങ്കിൽ 4 പോയിന്റ് മാത്രമാണ് അന്ന് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിരുന്നത്. ഇന്ന് ഇപ്പോൾ കാലം മാറുമ്പോൾ ചരിത്രവും മാറുകയാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഇനി ഏതാനും നാളുകൾ മാത്രമേ ഉള്ളൂ തിരഞ്ഞെടുപ്പിന് എന്ന് നമുക്കറിയാം. ഇപ്പോൾ 100-ൽ 44 പോയിന്റാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചിരിക്കുന്നത്. താങ്കൾക്ക് ലഭിക്കുന്നത് 35 പോയിന്റുകൾ. അതായത് ആഗോളതലത്തിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സെർച്ച് ചെയ്യുന്നവരുടെ എണ്ണത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതേക്കുറിച്ച് പഠനം നടത്തിയത് businessstandard.com നടത്തിയ പഠനത്തിലാണ്, ആഗോളതലത്തിൽ നടത്തിയ പഠനത്തിലാണ് ഈ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. താങ്കൾക്ക് എന്തുപറ്റി? താങ്കളുടെ ഭരണ നേട്ടമാണോ ഇതിന് കാരണം? അല്ലെങ്കിൽ താങ്കൾക്ക് ലഭിക്കുന്ന ജനപിന്തുണയാണോ ഇതിന് കാരണം? തീർച്ചയായിട്ടും കാലം മാറുമ്പോൾ ചരിത്രവും മാറുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 2014 വെറും 4 പോയിന്റുകൾ മാത്രം ലഭിച്ച രാഹുൽ ഗാന്ധിക്കാണ് ഇപ്പോൾ 44 പോയിന്റുകൾ ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി രാഹുൽ ഗാന്ധിയുടെ ജനപിന്തുണ വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ട്വിറ്ററിലെ കണക്കുകളും സൂചിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നവരുടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സെർച്ച് നടത്തുന്നവരുടെ എണ്ണം കൂടുതലാണ് എന്ന് തന്നെയാണ്. അതായത് ആഗോളതലത്തിലെ നേതാവായി രാഹുൽ ഗാന്ധി വളരുമ്പോൾ താങ്കൾ ഒരു ദേശീയ തലത്തിലെ നേതാവായി ചുരുങ്ങുന്നു എന്ന് അർത്ഥം. എവിടെയാണ് താങ്കൾക്ക് പിഴച്ചത് എന്ന് ഓർക്കണം. ഇത് ഒന്നിൻ്റെ നാന്ദിയാണ് എന്ന് വ്യക്തമായി തന്നെ സൂചിപ്പിക്കാം. കാരണം വരുന്ന തിരഞ്ഞെടുപ്പിൽ താങ്കൾക്കും താങ്കൾ നേതൃത്വം കൊടുത്ത ആശയങ്ങൾക്കും ആശയപ്രചരണങ്ങൾക്കും ജനവിരുദ്ധ നയങ്ങൾക്കുമൊക്കെ ലഭിക്കുന്ന തിരിച്ചടിക്ക് മുന്നോടിയാണ് ഈ കണക്കുകൾ എന്ന് തന്നെ താങ്കളും താങ്കളുടെ രാഷ്ട്രീയ പ്രസ്ഥാനവും മനസ്സിലാക്കണം.